ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തേത് ഒരു ഫുഡ് വ്ളോഗാണ്. എന്താ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സർ. മിക്സർ അറിയാത്ത ആൾക്കാരില്ല അല്ലേ? കാരണം മിക്സർ ഓൾ ഇൻ ഓൾ ആണ്. നമുക്ക് ഒരു വീട്ടിലോ എവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മിക്സർ ഇല്ലാതെ ഒരു പരിപാടിയില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഒരു ടച്ചപ്പിന് വരെ നമ്മൾ ഉപയോഗിക്കുന്നത് മിക്സറാണ്. പയ്യോളി മിക്സറൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ അടുത്തൊരു ഷോർട്ട് ഇട്ടുണ്ടായിരുന്നു മിക്സറിൻ്റെ. അപ്പോൾ അതിൽ ഒരാൾ വന്ന് ചോദിച്ചു, റെസിപ്പി ഒന്നും മനസ്സിലായില്ല, ഒന്നും മനസ്സിലാവുന്ന രീതിക്ക് ഒരു വീഡിയോ ചെയ്യാമോ? അപ്പം ഞാൻ ഇന്ന് വീട്ടിൽ മിക്സർ, ഞാനും എൻ്റെ ബ്രദറും കൂടെയാണ് വീട്ടിൽ മിക്സർ ഉണ്ടാക്കാൻ പോകണം. അപ്പം അതിൻ്റെ ചേരുവകൾ എന്താണ്, എനിക്ക് തോന്നുന്നു വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുറച്ച് കൈപുണ്യവും കൂടെ ഉള്ള ഒരാളാണെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. ഏട്ടനെ പുകത്തി പറയില്ല, എൻ്റെ ഏട്ടൻ അടിപൊളിയായിട്ട് മിക്സർ ഉണ്ടാക്കും. അപ്പോൾ എന്തായാലും നമുക്ക് മിക്സറിൻ്റെ വീഡിയോയിലേക്ക് പോകാം. മിക്സറിന് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെയാണ് ചേരുവകളാണ് വേണ്ടത്, എങ്ങനെ ഉണ്ടാക്കാം, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാണ്, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ലൈക്കും കമൻറ്റും ഇപ്പേ ചെയ്ത് വെക്കുക. കാരണം കണ്ട് നിങ്ങൾ ഓഫ് ചെയ്ത് പോവലായിരിക്കും. അപ്പോൾ ഇപ്പേ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്തിടുക. എന്നിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാം. അപ്പം നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് പൂളപ്പൊടി, കടലപ്പൊടി, നിലക്കടല, 1 ലിറ്റർ സൺഫ്ലവർ ഓയിൽ, മുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല. അതുപോലെ തന്നെ ഇത് നമ്മൾ മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നൂൽപുട്ടിൻ്റെ ഈ അച്ചാണ് ഉപയോഗിക്കുന്നത്. കാണുന്നതാണ് നമ്മളെ മിക്സർ ഉണ്ടാക്കാൻ പോകുന്ന ചേരുവകൾ. അപ്പൊ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, സുഗന്ധ കളർ കിട്ടാൻ മഞ്ഞ കളർ കിട്ടാൻ മഞ്ഞ കളർ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ മൂത്ത ഏട്ടൻ ഉണ്ണിയേട്ടൻ. അപ്പൊ ഉണ്ണിയേട്ടൻ ഞാനും കൂടിയാണ് മിക്സ്ചർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കളർ കലക്കി വെക്കുകയാണ്. മഞ്ഞ കളറും ചുവന്ന കളറും കൂടെ കലക്കാൻ പോവുകയാണ്. അപ്പൊ അത് കാണിച്ചു തരാം. അപ്പൊ നമ്മളൊരു 1/4 സ്പൂണ്, കാലും ഇല്ല കേട്ടോ, ചെറിയൊരു സ്പൂണ് മഞ്ഞ കളർ എടുത്തിട്ടിട്ടുണ്ട്. അടുത്തത് നമ്മൾ റെഡ് കളർ ഇടാൻ പോവാണ്. അപ്പൊ നമ്മൾ 2 കളർ ഇട്ട് കഴിഞ്ഞു, റെഡും ഓറഞ്ചും. ഈ ഓറഞ്ച് നമുക്ക് യെല്ലോ കളറായിട്ട് കിട്ടും കേട്ടോ. ഇതിൽ നമ്മൾ കുറച്ച് ഈസ്റ്റ് ഇട്ടോ, പേരിന് അധികം ഒന്നും ചേർക്കണ്ട, പേരിന് കുറച്ച് ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, ഇനി നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിക്കും. അപ്പൊ നമുക്ക് കാണാൻ പറ്റിയത് റെഡ് കളർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് യെല്ലോ കളർ ആയിട്ടുണ്ട്. അപ്പൊ രണ്ടിതാ ഇത്രയുള്ള പാത്രത്തില് നമ്മൾ കളർ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. എത്ര ഗ്രാം? ഒരു 700 ഗ്രാം പൂളപ്പൊടി. രീതിയിൽ ഉണ്ടാക്കിയതാണ്. കൂട്ടത്തിലൊരു ലെവലായിക്കോട്ടെ എന്ന് വെച്ചാൽ ഒരു 300 ഗ്രാം കടലപ്പൊടി ഇടുന്നുണ്ട്. 700 ഗ്രാം പൂളപ്പൊടിക്ക് നമ്മൾ 300 ഗ്രാം കടലപ്പൊടി. ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്യണം. ഇത് രണ്ടും നല്ല രീതിക്ക് മിക്സ് ചെയ്യാം. ഇനി ഈ നമ്മൾ മിക്സ് ചെയ്ത സാധനം 2 പാർട്ടാക്കണം. ഒന്ന് ചുവപ്പ് കളറിന്, ഒന്ന് മഞ്ഞ കളറിന് വേണ്ടിയിട്ടും. നമ്മൾ പകുതിയിൽ വെച്ച് ഒരു സൈഡിലോട്ടേക്ക് മാറ്റി, അടുത്തത് ഈ സൈഡിലോട്ടേക്ക് മാറ്റി.
ഇനി നമ്മൾ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുഴിച്ചിടും. നമ്മൾ ആദ്യം യെല്ലോ കളറാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്ത് വരാം. അത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ പൊറോട്ടയ്ക്ക് ആക്കുന്ന രീതിക്ക് അത് അവിടെ ആക്കി വെക്കാം. അപ്പൊ നമ്മൾ യെല്ലോ കളറ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് കളറിലോട്ടേക്ക് പോവാം. അപ്പൊ നമ്മളെ റെഡ് കളറിൻ്റെത് റെഡിയാക്കി. ഇനി നമ്മൾ റെഡ് കളർ ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ റെഡും സെറ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും കുറച്ച് കളറും ഉപ്പും കുറച്ച് ഈസ്റ്റും ചേർത്ത് നമ്മളെ കടലപ്പൊടിയും പൂളപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് 2 ബോളാക്കി അവിടെ വെക്കുക. അപ്പോൾ നമ്മൾ 2 ബോൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രം ചൂടാക്കിയിട്ട് മിക്സർ കൊള്ളികൾ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെ പാത്രം ചൂടായി. ഇതിലേക്ക് എണ്ണ ഒഴിക്കണം. നമ്മളെ എണ്ണ ചൂടായി വരുന്നുണ്ട്. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമ്മൾ ഈ ഉരുട്ടി വെച്ച ബോളുകൾ ഈ നൂൽപ്പെട്ടിൻ്റെ അച്ചിൽ ഫില്ല് ചെയ്ത് വെക്കാം. അപ്പം ആ പണി അവിടെ കഴിഞ്ഞു. നമ്മൾ നൂൽപ്പിട്ടിൻ്റെ അച്ചിൽ നമ്മൾ യെല്ലോ കളർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അച്ചിലുള്ള സാധനം തിളച്ച എണ്ണയിലോട്ടേക്ക് ഇടുക. അതിനനുസരിച്ച് ഇതുകൊണ്ട് ഒന്ന് വെട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നാലും ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വരുള്ളൂ.
ഇത് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതിങ്ങനെ നമ്മളിത് നന്ന പോലെ മെല്ലെ ആക്കണേ. അപ്പൊ നമ്മളെ കൊള്ളി റെഡിയായി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇടുമ്പോ ഒരു കയ്യിൽ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ ചെറിയ ചെറിയ കൊള്ളികളായിട്ട് വരും. നന്നായി ഇളക്കുക. അപ്പൊ ചെറിയ ചെറിയ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ചെറിയ കൊള്ളികളായിട്ടുണ്ട്. നമ്മൾ ഈ വീട്ടിൽ മിക്സ്ചർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടഫായിട്ടുള്ള ഒരു കാര്യം ഈ കൊള്ളികൾ ഉണ്ടാക്കലാണ്. ഇത് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കൊള്ളികള്. അടുത്ത കൊള്ളി ഇവിടുന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മിക്സ്ചറിന്റെ മഞ്ഞക്കൊള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ ചുവന്ന കൊള്ളിയാണ്. ഇതാ നല്ല മുരിഞ്ഞ കൊള്ളികൾ. ഇനി നമുക്ക് ചുവന്ന കൊള്ളി റെഡിയാക്കാം. പോവാണേ. ഇനി നമ്മൾ ചുവന്ന കൊള്ളി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് ഷേക്ക് ചെയ്ത് കൊടുത്താൽ കൊള്ളികൾ പൊട്ടി പൊട്ടി നല്ല ഒരു മിക്സ്ചർ കൊള്ളികൾ പോലെ ആയിട്ട് വരും. അപ്പൊ നമ്മള് കൊള്ളി നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ നിലക്കടല ഒരു 350 നിലക്കടല ഗ്രാം നിലക്കടല കഴുകിയെടുക്കാം. അപ്പൊ നമ്മൾ അവസാനത്തെ ചുവന്ന കൊള്ളികൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടെ കഴിഞ്ഞ് നമുക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ടേക്ക് പോകാം. നമ്മൾ കൊള്ളി വറുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ച കടല ഇനി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. ഇനി നമ്മളെ ഇവിടെ നമ്മളെ കൊള്ളികള് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ നിലത്തിടാം. നമ്മളെ മഞ്ഞയും ചുവന്നയും കൊള്ളികൾ റെഡി ആയിട്ടുണ്ട്. നമ്മള് ഒരു മിക്സർ ഏറെക്കൂടെ റെഡിയായി. ഇനി ഇതിലെ മസാലകൾ ആഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇതാണ് 1 കിലോ. 1 കിലോ എന്ന് പറയുമ്പോൾ 700 പൂളപ്പൊടിയും അല്ല എത്രയാണ് 700 പൂളപ്പൊടിയും 300 കടലപ്പൊടിയും. അത് മറ്റേത് ഇടല്ലേ, ഇത് അവസാനം. അപ്പൊ നമ്മളെ നിലക്കടല റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഇനി വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതില് ഒന്ന് പൊരിച്ചെടുക്കണം. നമ്മൾ വെളുത്തുള്ളി ഇട്ടു.
ആ ചോപ്പിനല്ലേ കുറച്ച് കത്തി ഉപയോഗമുള്ള പറയരുത് കേട്ടോ, ഇപ്പം ഞാൻ കട്ട് ചെയ്യണ്ട. അപ്പം നമ്മളെ വെളുത്തുള്ളി ചുവന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി കറിവേപ്പില, നന്നായി കഴുകിയ കറിവേപ്പില, നന്നായി ഇളക്കി കൊടുക്കുക. കറിവേപ്പില ഒന്ന് ചുവക്കുന്ന വരെ നന്നായി ഇളക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കുക. മാറ്റിയല്ല, പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പില എടുത്ത് നമ്മൾ വേറെ പാത്രത്തിലോട്ടേക്ക് മാറ്റണം. നമ്മൾ ഇതിലോട്ടേക്ക് തന്നെയാണ് മാറ്റാൻ പോകുന്നത്. ഇനി നമ്മളിവിടെ നേരത്തെ എടുത്തു വെച്ച മുളക് പൊടി ഉപ്പും മുളക് പൊടിയിലേക്ക് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നന്നായിട്ട് ചേർക്കുക. അപ്പോൾ നമ്മളെ മിക്സ്ചറിനുള്ള കൂട്ടുകളൊക്കെ തയ്യാറായി കഴിഞ്ഞു. കടല, കറിവേപ്പില, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചുവന്നതും മഞ്ഞയുമായിട്ടുള്ള കൊള്ളികൾ, നമ്മൾ ഉപ്പും മുളകും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാണ് നമുക്കിനി അടുത്ത പരിപാടി. നമ്മളെ കൊള്ളിയിലേക്ക് ഇതാ നമ്മൾ നേരത്തെ ഓക്കെ. അത്യാവശ്യത്തില്ലേ? അപ്പോൾ നെക്സ്റ്റ് അടുത്ത നമ്മൾ ഉപ്പും മുളകും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. കണ്ണുപോയി ഗായ്സ്. ഇനി മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളെ ഹോം മെയ്ഡ് അടിപൊളി മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ബട്ടണിൽ ചോദിക്കുക. അപ്പോൾ ഞങ്ങൾ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ മിക്സ്ചർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ബൈ.